എല്ലാവർക്കും നമസ്കാരം. അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അധികം ആർക്കും പരിചയമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പരമ്പരാഗതമായിട്ട് ലോകരാജ്യങ്ങളിലൊന്നാകെ വലിയ ശാസ്ത്രവിധിയുടെ പിൻബലമൊന്നും ഇല്ലാതെ തന്നെ ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ വേഗത്തിൽ സാധിക്കുന്നതിന് വേണ്ടി, വേഗത്തിൽ ധനം വരണം, അല്ലെങ്കിൽ കാര്യങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകളാണ്, ചില ട്രിക്കുകളാണ്. അത് വിദേശ രാജ്യങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ആൾക്കാരിത് ഉപയോഗിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്തു വരുന്നുണ്ട്. സാധാരണ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു അതിശയമോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ കാണില്ല. പക്ഷേ ഇത് വിശ്വാസത്തോടെ ചെയ്താൽ നല്ല ഫലപ്രദമായിട്ട് തന്നെ കാര്യസാധ്യം ഉണ്ടാവുമെന്നാണ് പല അനുഭവസ്ഥരും പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ വലിയ ശാസ്ത്രീയ വിധികളൊന്നും ഇല്ലാതെ തന്നെ നാട്ടുപുറത്തെ ചില ആൾക്കാർ ദോഷങ്ങൾ മാറ്റുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഈ കൊതിക്കോതൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഉഴിഞ്ഞിടൽ, ഇതൊക്കെ നമ്മുടെ എല്ലാ നാടുകളിലും ഉള്ളതാണ്. അത് നമ്മുടെ പൂർവികരിൽ നിന്നും നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമുണ്ട്. ചില നമ്പറുകൾ കൊണ്ടുള്ള ചില പ്രവൃത്തികളാണ്. ഗ്രാബോവോയ് നമ്പർ എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം. ഈ നമ്പറുകൾ, ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറുകൾ, നമുക്ക് ഒരു വെള്ള പേപ്പർ എടുക്കണം. ആദ്യം നമ്മളൊരു വെള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം ഈ പറയാൻ പോകുന്ന നമ്പറുകൾ അതിലേക്ക് എഴുതണം. ഏതാണ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. 52074118, അല്ലെങ്കിൽ 520 74 18. ഇതാണ് ആ നമ്പർ. ഭയങ്കര ശക്തിയുള്ള ഒരു നമ്പറാണ് എന്നാണ് ആൾക്കാരിത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അധികം അങ്ങനെ വലിയ പ്രാബല്യത്തിലില്ല. എങ്കിലും ലോകരാജ്യങ്ങളിൽ ഒന്നാകെ ഇത്തരം ചില പൊടിക്കൈകൾ പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മളറിയണം. ഈ നമ്പർ ആദ്യം ഒരു വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് പച്ച മഷി കൊണ്ട് ഈ വെള്ള പേപ്പറിൽ ഞാൻ ഈ പറഞ്ഞ നമ്പർ എഴുതണം. 520178 എന്നെഴുതണം. ഇത് എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്പർ ഓരോന്ന് ഇടവിട്ടാണ് പറയുന്നത്. എങ്ങനെ? 520178 ഇങ്ങനെ ഇടവിട്ട് പറയാം. എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം, എപ്പോൾ വേണമെങ്കിലും എഴുതാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്പറുകളിലൊരു പ്രത്യേക എനർജി ഉണ്ടെന്നാണ്. അപ്പോൾ ഈ എനർജി നമ്മളിലേക്ക് പകരും. നമ്മൾ മനസ്സിൽ ചില കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട്, ഇപ്പോൾ വേഗത്തിൽ ധനം വരാനാണെങ്കിൽ ആ കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ നമ്പർ എഴുതുക. എത്ര തവണ വേണമെങ്കിലും എഴുതുക. 28 തവണയിൽ കൂടുതൽ എന്തായാലും എഴുതണം. അതുപോലെ തന്നെ രോഗശാന്തിക്ക് വേണ്ടി, രോഗം അനുഭവിക്കുന്നവർ ഇത് എഴുതിയിട്ട് രോഗം മാറണമെന്ന് മനസ്സിൽ വിചാരിക്കുക. അതുപോലെ തന്നെ ധനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ കണക്ക് ധനം വേഗത്തിൽ വരാൻ വേണ്ടി ഇത് എഴുതുക. അപ്പോൾ ധനം വേഗത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആഗമന മാർഗങ്ങളുണ്ടല്ലോ, ധനാഗമന മാർഗങ്ങളുണ്ടല്ലോ. ഈ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പാശ്ചാത്യരൊക്കെ പറയുന്നത് ധനം ഇങ്ങനെ ഒഴുകി വരും എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. അല്ല, ഈ പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ പേഴ്സിൽ നമുക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കാം. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ വാനിറ്റി ബാഗിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ യാത്രയിൽ ഉടനീളം ഇത് കാണും. ഈ നമ്പർ അവിടെ ഇരിക്കാൻ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു 28 തവണയിൽ കൂടുതൽ നമുക്ക് ഇത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഓരോ അക്കങ്ങളായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഒരു പ്രത്യേക എനർജി ഉണ്ടാകുമെന്നും ആ എനർജി നമ്മളെ പൊതിയുമെന്നും, അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്നുമാണ് പറയുന്നത്.
ഇനി അടുത്തത് ഈ നമ്പർ വാട്ടർ ബോട്ടിൽ എഴുതണം. വാട്ടർ ബോട്ടിൽ ഇതേ നമ്പർ എഴുതിയതിന് ശേഷം ആ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം അത് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടിക്കുമ്പോൾ ഈ എനർജി നമ്മുടെ ഉള്ളിലേക്ക് പോകും. അങ്ങനെയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് എഴുതിയതിന് ശേഷം നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് പറയും. കിടക്കുമ്പോൾ ഇത് എഴുതിയ ഈ പേപ്പർ മടക്കി തലയണയുടെ അടിയിൽ വെച്ച് കിടക്കുകയാണെങ്കിൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ എനർജി അവരിലേക്ക് പൊതിഞ്ഞ് അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പേപ്പറിൽ ഇതേപോലെ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് കത്തിക്കണം. എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഓരോ അക്കങ്ങളും ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വേണം എഴുതാൻ. 5, 2, 0, 1, 7, 4, 8 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം എഴുതാൻ. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ നമ്മൾ കത്തിക്കണം. എന്നിട്ട് അതിൽ ചാരം എടുത്തതിന് ശേഷം അത് നമ്മുടെ നെറ്റിയിൽ തൊടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ശരീരത്തൊക്കെ പൂശുകയോ ഒക്കെ ചെയ്താലും ആ എനർജി നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസം വരില്ല, അല്ലെങ്കിൽ ഒരു പരിഹാസമായിട്ടൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ അവർ സത്യം അറിയേണ്ടത് ഈ നമ്പർ എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ് എന്നാണ്. ഈ നമ്പറിൽ ഒരു പ്രത്യേക എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നമ്പറിനെ ഗ്രാബോവോയിൻ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഒരു ഗണിതശാസ്ത്രജ്ഞനായ ഗ്രിഗറി ഗ്രോബോവോയ് എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയോണിക് എനർജി, ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു റേഡിയോണിക് എനർജി, അതാണ്. ഭൂമിയിൽ ഒരു റേഡിയോണിക് എനർജി ഉണ്ട് എന്നും ആ എനർജി ഭൂമി ആകെ പരന്നിരിക്കുകയാണ് എന്നും അതിൻ്റെ മുകളിൽ താമസിക്കുന്ന നമ്മളും ആ എനർജിയിലാണ് എന്നും, അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയെ പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ നമ്പറുകൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് വേഗത്തിൽ ധനം വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗബാധ മാറുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിൽ ശാസ്ത്രീയതയൊന്നും ചോദിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിട്ട് അറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമസ്കാരം.